പുറംമൂടി കണ്ട് ആസ്വദിക്കുകയല്ല, മറിച്ച് അകം കണ്ട് ആസ്വദിക്കുകയാണ് വേണ്ടത്. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. ജെറുസലേം ദേവാലയത്തിൽ നോക്കി ചില മനുഷ്യരൊക്കെ ക്രിസ്തുവിന് മുമ്പിൽ നിന്ന് വീമ്പ് പറയുകയാണ്. ഈ ദേവാലയത്തിൻ്റെ വിലയേറിയ കല്ലുകളെക്കുറിച്ചും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടതിനെക്കുറിച്ചൊക്കെ അവർ ക്രിസ്തുവിന് മുമ്പിൽ വിശേഷിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു കുറേ നേരം കേട്ടിരുന്നു. എന്നിട്ട് തിരിച്ചു പറയുകയാണ്, നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശിക്ഷിക്കാതെ തകർക്കാൻ പോകുന്നൊരു സമയം വരും. അതുകൊണ്ട് ഇതിലൊന്നൊരു കാര്യമില്ല. ഇത് ക്രിസ്തു പറയുമ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ അല്പം പിടുത്തം കിട്ടുന്നില്ല. പിടുത്തം കിട്ടാത്തതിന് കാരണം ജെറുസലേം ദേവാലയം അങ്ങനെ സാധാരണ ഒരു ദേവാലയമായി കാണരുത്. ഒരു തലമുറയുടെയും ഒരു ചരിത്രത്തിൻ്റെയും ഭാഗമാണ് ജെറുസലേം ദേവാലയം. അവരുടെയൊക്കെ സ്വപ്നത്തിൻ്റെ ഫലമാണ്. ഈ ദേവാലയം അവർ അഹങ്കാരത്തോടെ കാത്തു സൂക്ഷിച്ചതാണ്. അത്രയേറെ വിലയേറി കാത്തു സൂക്ഷിച്ച ഒരു ദേവാലയത്തിനെ നോക്കിയാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങളിതിൻ്റെ പുറമൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കുമ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. ജെറുസലേം ദേവാലയം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം സോളമൻ രാജാവ് ആദ്യം പണി കഴിപ്പിച്ച് പിന്നീട് അത് തകർക്കപ്പെടുന്നതിന് ശേഷം പല പ്രാവശ്യം അത് പുനരുദ്ധരിക്കുന്നു. ഒടുവിൽ ഹെറോദോസ് രാജാവാണ് അതിനെ മനോഹരമായി പുനരുദ്ധരിച്ചത്. ഈ പുനരുദ്ധാനത്തെ നോക്കിയാണ് ജനങ്ങളൊക്കെ അത്ഭുതത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയെന്നും സമ്പത്തിൻ്റെ കൂടാരം എന്നൊക്കെ ജെറുസലേം ദേവാലയം അന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാവരും ജെറുസലേം ദേവാലയത്തെ നോക്കി അത്ഭുതത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു പറയുന്നത്, നിങ്ങൾ ഈ പുറം നോക്കി എന്തിനാണ് ഇത്തരത്തിൽ അത്ഭുതപ്പെടുന്നത്? അകത്തുള്ള അത്ഭുതത്തെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പുറമേയുള്ള കാര്യത്തെ നോക്കി അത്ഭുതപ്പെട്ട്, പുറമേയുള്ള കാര്യത്തെ നോക്കി സംസാരിച്ച്, പുറമേയുള്ള കാര്യത്തെ നോക്കി ജീവിച്ചുകൊണ്ട് അകം നാം മറന്നു പോകുന്നു. അകത്ത് ശ്രദ്ധ കൊടുക്കാൻ നാം വിട്ടുപോകുന്നു. പ്രിയമുള്ളവരെയും, ക്രിസ്തു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അകത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. അകത്തെ അത്ഭുതമാക്കി സൂക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. അകത്താരാണ്? അകത്ത് ദൈവമാണ്. ഈ ഉള്ളിലെ ദൈവത്തെ ശ്രദ്ധിക്കാതെ, ഉള്ളിലെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ഉള്ളിലെ ദൈവാനുഭവത്തിലേക്ക് എത്താതെ പുറമേയുള്ള ദൈവാലയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് എന്തിനാണ് മനുഷ്യർ സംസാരിക്കുന്നു? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മളൊക്കെ ക്രിസ്തുവിനെക്കുറിച്ച് ഒത്തിരി വാചാലരാകുന്നുണ്ട്. ഒരു കുമ്പസാരം എന്നോളം എനിക്കും പലപ്പോഴും തോന്നിയിട്ടുള്ളത്, എന്തുമാത്രം കാര്യങ്ങളാണ് ക്രിസ്തുവിനെക്കുറിച്ചൊക്കെ ഓരോ ദിവസവും പറഞ്ഞാക്കുന്നത്. പക്ഷേ അവനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്നതിനേക്കാൾ ഉപരി അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടോ? വലിയൊരു ചോദ്യമായും ഒരു ആത്മപരിശോധനയുമായും എപ്പോഴും ഇപ്പോൾ തോന്നുന്ന വേദന ഇതാണ്. ഒത്തിരി കാര്യങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ ക്രിസ്തുവിൻ്റെ ഉള്ളിനെക്കുറിച്ച് പറയാനോ അതിൻ്റെ ഉള്ളറിയുവാനോ ഇതുവരെ സാധിക്കുന്നില്ല. നമ്മളൊക്കെ ഒരു പുറമോടി എന്നോളം പലപ്പോഴും ജീവിച്ചു പോകുന്നു എന്നൊരു ചിന്ത അത് വളരെ അപകടകരമാണ്. ക്രിസ്തു ആഗ്രഹിക്കുന്നത് പുറത്തെക്കുറിച്ച് പറഞ്ഞ്, പുറത്തെക്കുറിച്ച് സംസാരിച്ച്, പുറത്തെക്കുറിച്ച് ജീവിക്കാതെ ഉള്ളറിഞ്ഞ് ജീവിക്കണം, അവനെപ്പോലെ ജീവിക്കണം. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. വചനമൊക്കെ വായിക്കുമ്പോൾ അതേപടി ജീവിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങൾ 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് അവൻ പറഞ്ഞപ്പോൾ അതുപോലെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നൊക്കെ അവൻ പഠിപ്പിച്ചപ്പോൾ ആ സ്നേഹത്തിൻ്റെ അടുത്തൊക്കെ എത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഉള്ളിൽ വിദ്വേഷവും ഉള്ളിൽ വൈരാഗ്യവും വെച്ച് പുലർത്തുന്നവരൊക്കെ ഈ പുറംമൂടി മാത്രം ചിന്തിക്കുന്നവരാണ്. നാമം മാത്രം ക്രിസ്ത്യാനികളെ ജീവിക്കുന്നവരാണ്. പുറമല്ല ക്രിസ്തു നോക്കുന്നത്, അകമാണ്. അതുകൊണ്ട് തന്നെ നമ്മളും അകത്തേക്ക് ഇറങ്ങണമെന്നും അകത്തേക്ക് പ്രവേശിച്ച് അകത്തിൻ്റെ ഒന്നായി തീരണമെന്നും ക്രിസ്തു ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറച്ചും കൂടി ഉള്ളറിഞ്ഞ് ജീവിക്കണമെന്ന് തോന്നുന്നു. പുറംമൂടിയല്ല, മറിച്ച് ഉള്ളിലെ ജീവിതത്തിന് കുറച്ചും കൂടി മനോഹാരിതയുണ്ട്. അകത്ത് പ്രവേശിച്ച് അകത്തെ ദൈവത്തെ കണ്ടാൽ കുറച്ചും കൂടി ആ മനുഷ്യർക്ക് ക്രിസ്തുവിനോട് പറയാനുണ്ടാകും. നമ്മുടെയും ജീവിതം ഇതുതന്നെയാണ്. പുറമേയുള്ള ക്രിസ്തുവിനെക്കുറിച്ച് ഇത്രത്തോളം നമുക്ക് പറയാനുണ്ടെങ്കിൽ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് വാക്കുകൾ അതിലുണ്ടാവില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
മിന്നമിന്നിക്കാരുണ്യം പോൽ സ്നേഹത്തിൻ്റെ തൂവാലയാൽ കണ്ണീരൊപ്പാൻ വന്നിടുമോ എൻ്റെ നാഥാ നീനുള്ളിൽ നിറയ്ക്കണേ ദൈവസ്നേഹം സ്നേഹച്ചൂടിൻ വാത്സല്യത്താൽ നിറയ്ക്കണേ എൻ്റെ ഉള്ളം. ശ്യാ